Hello, welcome to the course of Computer Fundamentals and HTML. This is a course in first semester BCA degree of Calicut University. And in today's presentation, we are dealing with the concepts of hardware and software. Okay, so let's start. This is the syllabus of this course, Computer Fundamentals and HTML. This is a Unit 1 syllabus, and in Unit 1 we are dealing with concepts of hardware and software, computer languages, language translators, features of good language, basic computer organization, von Neumann model, input unit, output unit, storage unit, control unit, memory hierarchy, primary storage, cache memory, registers, secondary storage devices, and basics of some hardware components. Okay. So, in this presentation, we are dealing with the first topic, concept of hardware and software. Let's start. Computer languages. How do you think we communicate with a computer? ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? Computer cannot understand any command that you may give in English or any other languages. കമ്പ്യൂട്ടറിന് ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ആ ലാംഗ്വേജ് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കമാൻഡ് ആണെങ്കിലും അത് ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. So, it has its own set of instructions for communication, or what we call it as computer languages. അപ്പോൾ അതിന് അതിൻ്റെതായ ഇൻസ്ട്രക്ഷൻ സെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് അല്ലെങ്കിൽ യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന് അതിൻ്റെതായ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ആൻഡ് ദാറ്റ് വി ആർ കോളിംഗ് ആസ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഓക്കെ. The user of the computer must be able to communicate with it. ആ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ആളെ എപ്പോഴും ആ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കാം, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ that means he must be able to give computer commands and understand the output that the computer generates. അതായത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് മനസ്സിലാക്കുകയും വേണം, അതിനനുസരിച്ചുള്ള കമാൻഡ് കൊടുക്കുകയും വേണം. കമ്പ്യൂട്ടർ എന്താണോ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കണം കമ്പ്യൂട്ടർ യൂസർ എന്ന് പറയുന്നത്. യൂസർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ സാധാരണ യൂസർ എന്ന് പറയുന്നത്. So the user of the computer must be able to communicate with the computer. That means he must be able to give computer commands and understand the output that the computer generates. This is possible due to the invention of computer languages. ഇത് പോസിബിൾ ആകുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജസിൻ്റെ ഇൻവെൻഷനോടുകൂടിയാണ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. And a computer language includes various languages that are used to communicate with a computer machine. കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറേയധികം പല ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അതെല്ലാം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ മെഷീനുമായിട്ട് അല്ലെങ്കിൽ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്. Basically, there are two main categories of languages, namely low-level language and high-level language. Normally ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് ബേസിക്കായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിന് പറയുന്നത്. ഇനി ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ലോ ലെവൽ ലാംഗ്വേജ് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നോക്കാം. ലോ ലെവൽ ലാംഗ്വേജസ്. Low level languages are machine codes in which the instructions are given in machine language in the form of 0 and 1 to a computer system. Low level language എന്ന് പറയുന്നത് മെഷീൻ കോഡ്സ് ആണ്, and it contains 0 and 1. ഈ ഒരു രൂപത്തിലാണ് 0യും 1ഉം ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറിലെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്.
കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് 0യും 1ഉം ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. It is mainly designed to operate and handle all the hardware and instruction set architecture of the computer. ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഹാർഡ്വെയറും അതൊക്കെ അതിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ അതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ്സും എല്ലാം ഇത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദെൻ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. The main function of low-level language is to operate, manage and manipulate the hardware and system components. ഹാർഡ്വെയറും അതുപോലെ സിസ്റ്റം കമ്പോണൻസും ഓപ്പറേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. There are various programs that applications written in a low-level languages that are directly executable without any interpretations or translations. കുറേയധികം പ്രോഗ്രാംസ് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജിൽ ഉണ്ട്. അത് ഡയറക്റ്റായിട്ട്, അതായത് അതിനെ വേറെ ലാംഗ്വേജിൽ, അതായത് അത് കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആണ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് ആണ്, മെഷീൻ കോഡ്സ് ആണ്. 0യും 1ഉം ആണ്. കമ്പ്യൂട്ടറിന് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് 0യും 1ഉം വെച്ച് എഴുതിയിരിക്കുന്ന മെഷീൻ കോഡ് എന്ന് പറയുന്നത്. സോ വേറെ ഇന്റർപ്രിട്ടേഷൻസോ അല്ലെങ്കിൽ അതിനകത്ത് കൺവേർട്ട് ചെയ്ത് വേറെ രീതിയിലേക്ക് ആക്കുക അങ്ങനത്തതൊന്നും വേണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാവുന്ന പ്രോഗ്രാംസ് ആണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജിൽ എപ്പോഴും എഴുതുന്നത്. ആൻഡ് low-level language is also divided into two parts, that is machine language and assembly language. So low-level language is also classified into two, that is machine language and assembly language. Low-level language രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഇനി നമ്മൾ നോക്കുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. A machine language is one of the low-level programming languages, which is the first generation language developed for communicating with a computer. ഒരു കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ആണ് എന്ത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അത് നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. ലോ ലെവൽ ലാംഗ്വേജിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് it is written in machine code which represent strings of 0 and 1 binary digits inside the computer, which makes it easy to understand and perform the operations. ഇത് എഴുതിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മെഷീൻ കോഡ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? 0യും 1ഉം മാത്രമുള്ള ബൈനറി ഡിജിറ്റ്സ് ആണ് വരുന്നത്. അത് കുറച്ചും കൂടെ എളുപ്പമാണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതനുസരിച്ചുള്ള ഓപ്പറേഷൻസ് അത് പെർഫോം ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുള്ള ഓപ്പറേഷൻസ് അതവിടെ പെർഫോം ചെയ്യും. As we know, a computer system can recognize electronic signals. So here 0 stands for turning off electric pulse and 1 stands for turning on electric pulse. നമുക്കറിയാം കമ്പ്യൂട്ടർ സിസ്റ്റം ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ 0 മീൻസ് ടേണിംഗ് ഓഫ് ആൻഡ് 1 സ്റ്റാൻഡ്സ് ഫോർ ടേണിംഗ് ഓൺ. ഓഫ് ഓൺ എന്ന ആ ഒരു പൾസ് അനുസരിച്ചിട്ടാണ് ഇത് കമ്പ്യൂട്ടർ നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ ദ കമ്പ്യൂട്ടർ ആൻഡ് ഓൾസോ ഇൻക്രീസസ് ദ പ്രോസസ്സിംഗ് സ്പീഡ്. കമ്പ്യൂട്ടറിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നത് കൊണ്ട് പ്രോസസ്സിംഗ് സ്പീഡ് എളുപ്പമായിരിക്കും. കാരണം പെട്ടെന്ന് മനസ്സിലാകും, വേഗം അത് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വർക്ക് ചെയ്യും. കാരണം ഇത് വേറെ ഇതിലൊന്നും ലാംഗ്വേജിലൊന്നും അല്ലാത്തത് കൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. The advantage of using a machine language is that there is no need of a translator or interpreter to translate the code as a computer directly can understand. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ട്രാൻസ്ലേറ്ററോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററോ ഒന്നും ആവശ്യമില്ല അത് കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ കാരണം കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് അത് മനസ്സിലാകുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്.
സോ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തോളും. അതിനിടയിൽ വേറെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്ററിൻ്റെ ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ബട്ട് ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയേ. We have to remember the operation code's memory address every time you write a program, and also hard to find errors in a written program. നമ്മൾ എപ്പോഴും നമ്മുടെ ഓപ്പറേഷൻ കോഡ് അറിയണം, മെമ്മറി അഡ്രസ്സ് അറിയണം. അതായത് നമ്മൾ നോർമലി നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ കോഡ് 0യും 1ഉം മാത്രമുള്ളതായിരിക്കും. അപ്പോൾ ആ 0, 1, 0 എന്താണ് ഇൻസ്ട്രക്ഷൻ്റെ കോഡ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അതുപോലെ ഈ ഇൻസ്ട്രക്ഷൻ ഏത് മെമ്മറിയിലാണ് കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സും. സാധാരണ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ സെല്ലിന് മെമ്മറി അഡ്രസ്സും ഒരു നമ്പറും കൊടുത്തിട്ടുണ്ടാവും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള ഈ മെമ്മറി അഡ്രസ്സും നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കോഡും എല്ലാം നമ്മൾ. പക്ഷെ എല്ലാം എന്താണ് 0യും 1ഉം മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇത് ഓർത്ത് റിമെമ്പർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനൊരു അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എറർ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനും ആക്ച്വലി ബുദ്ധിമുട്ടാണ്. എങ്കിലും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ മെഷീൻ ലാംഗ്വേജിന് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. So the disadvantages are we have to remember the operation code's memory address every time we write a program, and also it is hard to find errors in a written program. It is machine dependent and can be used by a single type of computer. അതായത് ഒരു സിസ്റ്റത്തിൽ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം അതിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് മെഷീൻ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുന്ന മെഷീൻ ഏതാണോ ആ മെഷീനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിന് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഈ സെയിം ഇത് തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസോ വേറൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, മെഷീൻ ലാംഗ്വേജിൻ്റെ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഇസ് അസംബ്ലി ലാംഗ്വേജ്. Assembly language is the second generation language that has almost similar structure and set of commands as machine language. ഇതിനെ നമ്മൾ പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്നാണ്. It has similar structure and set of commands as machine language. മെഷീൻ ലാംഗ്വേജ് പോലെ തന്നെ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറും അതുപോലെ കമാൻഡ്സും ഒക്കെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളത്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് നമ്പേഴ്സ് ഇൻ മെഷീൻ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് 0യും 1ഉം ആണ്. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് we use words or names in English forms. It is called as mnemonics and also symbols. മെഷീൻ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് 0സിനും 1സിനും പകരം we are using words or names in English form, that is called as mnemonics and also symbols. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംസ് എഴുതുന്നത്. So instead of using numbers in machine language, here we use words or names in English forms, that is called as mnemonics and also symbols. The programs that have been written using words, names and symbols in assembly language are converted into machine language using assembler. നമ്മൾക്ക് ഇവിടെ ഒരു കൺവേർട്ടർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കോഡിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. അതാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലർ എന്താണോ നമ്മൾ പഠിക്കും. The programs that have been written in using words, names and symbols in assembly language, that is mnemonics എഴുതിയിരിക്കുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസിനെ നമുക്ക് മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അസംബ്ലർ. Because a computer only understands machine code languages, we need an assembler that can convert the assembly level language to machine language, so the computer gets instructions and responds quickly.
ഒരു കമ്പ്യൂട്ടർ എപ്പോഴും മെഷീൻ കോഡ് ലാംഗ്വേജസ് അല്ലെങ്കിൽ 0 ഉം 1 ഉം ഉള്ള ലാംഗ്വേജ് ആണ് എപ്പോഴും മനസ്സിലാക്കുന്നത്, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ്. സോ അതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു അസംബ്ലർ ആവശ്യമുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് ക്വിക്കായിട്ട് റെസ്പോൺസ് തരുള്ളൂ. ഓക്കെ. The main disadvantage of this language, that is the assembly language, is that it is written only for a single type of CPU and does not run on any other CPU. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് സി പി യു, നേരത്തെ മെഷീൻ കോഡിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ സി പി യുവിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഈ പ്രോഗ്രാംസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വേറൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റില്ല. But its speed makes it the most used low-level language till today, which is used by most programmers. But ഇതിന്റെ സ്പീഡ് കൂടുതലാണ് compared to other languages, not with machine language. Machine language ആണ് ഏറ്റവും സ്പീഡ് ഉള്ളത്. എന്നാലും സ്പീഡ് വലിയ കുറവില്ലാതെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മെഷീൻ ലാംഗ്വേജിൻ്റെ ലോ ലെവൽ ലാംഗ്വേജിൻ്റെ 2 കാറ്റഗറിയാണ്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇസ് ഹൈ ലെവൽ ലാംഗ്വേജസ്. High level languages are the most used and also more considered programming languages that helps a programmer to read, write and maintain. High level languages ആണ് ഏറ്റവും വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് യൂസ്ഡ് ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇത് പ്രോഗ്രാമേഴ്സിന് കുറച്ചുകൂടെ എളുപ്പമാണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും. പ്രോഗ്രാമേഴ്സിന്, അതായത് യൂസേഴ്സിന് കുറച്ചുകൂടി എളുപ്പമാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ദറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഓൾസോ റണ്ണിങ് ടിൽ നൗ ബൈ മെനി പ്രോഗ്രാമേഴ്സ്. ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ലെസ് ഇൻഡിപെൻഡൻറ്റ് ടു എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ and also require a translator that can convert high level language to machine level language. ആക്ച്വലി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ സി പി യുവിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ലൈക്ക് മെഷീൻ ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജസ്, മെഷീൻ ലാംഗ്വേജ് ഓർ ഹൈ ലെവൽ അസംബ്ലി ലാംഗ്വേജ് പോലെ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് പോലെ ഇത് മറ്റ് സെയിം അതേ സി പി യുവിനെ തന്നെ അല്ലെങ്കിൽ അതേ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അത് ആ ഒരു കമ്പ്യൂട്ടറിൽ എഴുതിയത് അതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, നമുക്കൊരു സിസ്റ്റത്തിൽ എഴുതിയിരിക്കുന്ന കോഡ് വേറൊരു സിസ്റ്റത്തിൽ കിട്ടും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. The translator may be an interpreter or compiler that helps to convert binary code for a computer to understand. ഈ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ വേണമെന്ന് പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റർ ഓർ കമ്പൈലർ. ആ ട്രാൻസ്ലേറ്റർ ആണ് ഇന്റർപ്രറ്ററോ അല്ലെങ്കിൽ കമ്പൈലർ. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ് എന്ത് കൺവേർട്ട് ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് this is there are various programming languages like C, Fortran or Pascal that are less independent and also enables a programmer to write a program. നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അധികം, എന്നാലും ഇതെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. പക്ഷെ ഇതെല്ലാം ലെസ് ഇൻഡിപെൻഡൻറ്റ് ആണ് ഫോർ എ കമ്പ്യൂട്ടർ. ഒരു പർട്ടിക്കുലർ സി പി യുവിനെ വെച്ച് നോക്കുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് കുറച്ചുകൂടെ എളുപ്പത്തിൽ പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാം എഴുതാൻ എളുപ്പമാണ് ഈ ഒരു ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട്. The compiler plays an important role on the computer that it can convert machine language and also checks for errors if any before executing. കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ രണ്ടായാലും
ഇത് കൺവേർട്ട് ചെയ്യാം, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യൽ മാത്രമല്ല അതിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. എങ്ങനെ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്, കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ചു തരും. അതാണ് കമ്പൈലറോ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററോ പോലുള്ള ട്രാൻസ്ലേറ്റർ ചെയ്യുന്ന ജോലി. There are several high-level languages like that we are used earlier and also now, like COBOL, Fortran, Basic, C, C++, Pascal, Lisp, Ada, Prolog, Algol, and Java. ഇതെല്ലാം different types of programming languages ആണ്, high-level languages ആണ്. It is user-friendly as the programs are written in English, like words, symbols, characters, numbers that need to be converted to machine code for processing. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലാംഗ്വേജസും, അതായത് പൊതുവെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഇസ് യൂസർ ഫ്രണ്ട്ലി ആണ്. ആസ് നമുക്ക് പ്രോഗ്രാമേഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സും സിമ്പിൾസും നമ്പേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് മെഷീൻ കോഡിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമാണ് അതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ പറയുന്നത്. അഡ്വാൻറ്റേജസ് ആർ റീഡബിലിറ്റി, മെഷീൻ ഇൻഡിപെൻഡൻറ്റ്, ഈസി ഡീബഗിങ്, ഈസിയർ ടു മെയിൻറ്റെയിൻ, ലോ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ഈസി ഡോക്യുമെൻറ്റേഷൻ. റീഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ എളുപ്പമാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. മീൻസ് പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാം എഴുതാനും അത് മനസ്സിലാക്കാനും എളുപ്പമാണ്. മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു, ഒരു മെഷീനിൽ എഴുതിയിരിക്കുന്ന കോഡ് വേറൊരു മെഷീനിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഈസി ഡീബഗിങ് അതും പറഞ്ഞതാണ്. കാരണം കൺവേർട്ട് ചെയ്യുമ്പോൾ, മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കമ്പൈലർ ആയാലും ഇന്റർപ്രറ്റർ ആയാലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഈസിയർ ടു മെയിൻറ്റെയിൻ, റീഡബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മെയിൻ്റനൻസും എളുപ്പമായിരിക്കും. ലോ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് കുറവാണ് കമ്പയർഡ് ടു ലോ ലെവൽ ലാംഗ്വേജസ്. ഈസി ഡോക്യുമെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അതായത് പ്രോഗ്രാം എന്തിനാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എഴുതാൻ എളുപ്പമാണ്. The disadvantages are poor control on hardware. ഹാർഡ്വെയറുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് ഹാർഡ്വെയറിൻ്റെ കൺട്രോൾ കുറവായിരിക്കും. Then less efficiency കുറവാണ് എന്നാണ് പറയുന്നത്. Then next we will look for features of a good programming. എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. They are ease of use, portability, reliability, performance, cost, promote structured programming, compact code, maintainability, reusability, and standardization. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. First one is ease of use. The language should be easy in writing code for the programming and executing them. The ease and clarity of a language depends upon its syntax. It should be clear, simple, and a unified set of concepts. The vocabulary of language should resemble English. നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എപ്പോഴും കോഡ് എഴുതാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും എളുപ്പമായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളതിനെ ഈസ് ഓഫ് യൂസിൽ വരുന്നത്. The ease and clarity of the language depends upon its syntax. അതായത് അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കണം. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സിൻടാക്സ് എന്ന് ഉദ്ദേശിക്കുന്ന റൂൾസ് ആണ്. അതായത് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അതിൻ്റെ അത് എഴുതുന്നതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ അത് ഈസി ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, ഒറ്റ തോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന സിൻടാക്സ് ഉള്ള ലാംഗ്വേജസിനെ നമ്മൾ നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. It should be clear, simple, and a unified set of concepts. നമുക്ക് ഈ ഒരു അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിരിക്കണം, വളരെ സിമ്പിളും ആയിരിക്കണം. Then the vocabulary of language should resemble English. English like language ആണെങ്കിലാണ് നമ്മൾക്ക് പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് മനസ്സിലാവാൻ എളുപ്പം. So this is all about ease of use. Then next is portability. The code should be constructed such a way that
It could be distributed across multiple platforms. It should be independent of any particular hardware or operating system. That is, the program written in a system should be able to test in another system and perform accurately. Portability means നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഡ് വേറൊരു സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റിയിരിക്കണം. അതാണ് പറയുന്നത്. It could be distributed across multiple platforms. അതായത് ഒരു സിസ്റ്റത്തിൽ നമ്മൾ എഴുതിയ കോഡ് വേറൊരു സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി പർട്ടിക്കുലർ ഹാർഡ്വെയർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. Then the program written in one system should be able to test in another system and perform accurately. ഒരു സിസ്റ്റത്തിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടിട്ട് വർക്ക് ചെയ്യിക്കാനും പറ്റണം, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളതിനെ പോർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് reliability. The language should perform the independent functions that's in satisfactory manner throughout its lifetime. നമ്മുടെ പ്രോഗ്രാമിംഗ് നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാലം അത്രയും വർക്ക് ചെയ്തിരിക്കണം. Reliability is concerned with making system failure free. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാംസ്, നമ്മൾ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിലയബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണെന്ന് നമ്മൾ പറയില്ല, അത് റിലയബിലിറ്റി ഇല്ല എന്നാണ് പറയുക. ഓക്കെ, ലാംഗ്വേജ് ഷുഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ പ്രിവെൻറ്റിങ് എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റണം. എന്ത് നല്ല റിലയബിലിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എങ്കിൽ അതിനകത്ത് എറർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഈ പറഞ്ഞ പ്രിവെൻറ്റിങ് എറേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം അതിന് മുമ്പത്തെ ലാംഗ്വേജസിനൊക്കെ കുറവാണ് അതൊക്കെ. പക്ഷെ അതൊന്നും മോശം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നല്ല, ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഒരു നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഒരുവിധം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെല്ലാം ഉണ്ടാവാറുണ്ട്. ഓക്കെ, the language should also detect and report errors. There should be mechanisms to handle these errors. ലാംഗ്വേജ് എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണം, അത് റിപ്പോർട്ട് ചെയ്യാൻ വേണം, അതുപോലെ അതിനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിസംസും ഒരു നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഉണ്ടായിരിക്കണം. The next is the performance. The language should not only be capable of interacting with end users but also with the hardware. അതായത് ഹാർഡ്വെയറുമായിട്ടും കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ലാംഗ്വേജ് എപ്പോഴും കുറച്ചുകൂടി നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയും. C++ ഒക്കെ കുറച്ചും കൂടെ ഹാർഡ്വെയർ ഇൻട്രാക്ഷൻ കൂടുതലുള്ള ലാംഗ്വേജസ് ആണ്. ഓക്കെ, ജാവ കുറച്ച്, എന്നാലും അതിന് ഏറ്റവും കൂടുതൽ ഹാർഡ്വെയർ ആയിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ലാംഗ്വേജ് ആണ് C എന്ന് പറയുന്നത്. Then cost. Primary concern before deploying language at commercial level. It includes several costs such as program execution and translation cost, program creation, testing and usage cost, program maintenance cost. ഈ കോസ്റ്റിന്റെ പ്രൈമറി കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലാംഗ്വേജ് അതിന് കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കോസ്റ്റ് കുറവുള്ള എന്നാൽ എല്ലാ ഫീച്ചേഴ്സും ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എപ്പോഴും നമ്മൾ നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റിൽ ഒരൊറ്റ കോസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അതിൽ ഇഷ്ടംപോലെ പലതരം കോസ്റ്റുകൾ കൂടിച്ചേർന്നതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ലേഷൻ കോസ്റ്റ്, പ്രോഗ്രാം ക്രിയേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് യൂസേജ് കോസ്റ്റ്, പ്രോഗ്രാം മെയിൻ്റനൻസ് കോസ്റ്റ്. ഈ പറഞ്ഞ എല്ലാ കോസ്റ്റും കൂടെ കൂടിയതാണ് ടോട്ടൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കുറവുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. തീരെ കുറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നു വരില്ല. ഒരു ആവറേജ് ലെവലിലുള്ള ഒരു പ്രോഗ്രാമിംഗ് കോസ്റ്റ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട് വരിക.
പിന്നെ നല്ല കോസ്റ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആകാം, പക്ഷെ അതനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. Then promote structured programming. A good language should be capable of supporting structured programming. എപ്പോഴും ഒരു നല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ മൊഡ്യൂൾസ് ആക്കിയിട്ട് കമ്പൈൻ അവസാനം ആ മൊഡ്യൂൾസ് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും. ദെൻ അതിനുശേഷം ഈ ഓരോ മൊഡ്യൂളും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഗ്രാമായിട്ട് മാറ്റിയെടുക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയാറുണ്ട്. A structured program should also help programmers to visualize the problem logical way, thereby reducing the probability of errors in the code. ഈ modules ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം അതാണ്, കോഡിലെ എറർ കുറവായിരിക്കും. കാരണം ആ മൊഡ്യൂൾ നമ്മൾ ഒറ്റയ്ക്കിട്ട് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് എററൊക്കെ ഫ്രീ ആക്കിയിട്ടായിരിക്കുള്ളൂ കമ്പൈൻ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എറേഴ്സ് ആയിരിക്കും നമ്മളുടെ ആ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുകയുള്ളൂ. സോ ഈ സ്ട്രക്ചർ പ്രോഗ്രാമിംഗ് കൊണ്ടുള്ള ഒരു ഗുണം അതാണ്, എറേഴ്സ് കുറവായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എറേഴ്സ് ഇസ് ലെസ് കമ്പയർഡ് ടു അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. Then compact code. A language should promote compact coding. അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള കോഡിംഗ് ആയിരിക്കണം നമ്മുടെ ലാംഗ്വേജ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Intended operations should be coded in minimum number of lines. അതാണ് പ്രിസൈസ് അല്ലെങ്കിൽ കോമ്പാക്ട് കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മിനിമം നമ്പർ ഓഫ് ലൈൻസ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മളുടെ കോഡ് നമ്മൾ എഴുതേണ്ടത്. Large codes require more testing and developing time, thereby increasing the cost of developing an application. കോഡ് വലുതാവുന്നതനുസരിച്ച് ടെസ്റ്റിംഗ് ടൈമും ഡെവലപ്പിംഗ് ടൈമും ഒക്കെ കൂടും, അതായത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സമയമൊക്കെ കൂടും, അതനുസരിച്ച് കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മളുടെ ആവശ്യം നടക്കുക, അതാണ് നമ്മൾ അങ്ങനെ എഴുതാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അതൊരു നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് നമുക്ക് പറയാം. Next is maintainability. Maintainability വരുന്നത് application has to be maintained regularly so that it can meet changing requirements. നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് യൂസറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അങ്ങനെയുള്ള പ്രോഗ്രാംസ് എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻറ്റൈനബിലിറ്റി കൂടുതലുള്ള ലാംഗ്വേജ് ആണെന്ന് പറയാം. അതുപോലെ മെയിൻറ്റൈനബിലിറ്റി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് കോഡ്. നമ്മുടെ കോഡിന്റെ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് മെയിൻറ്റൈനബിലിറ്റി എപ്പോഴും നിൽക്കുക. If the original code is written in organized way, then it would be easy to modify or add new changes. നമ്മൾ എഴുതുന്ന കോഡ് കുറച്ച് നല്ല രീതിയിലുള്ള ഓർഗനൈസ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്പോഴും ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം മോഡിഫൈ ചെയ്യാനും അതിനകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെയുള്ളതാണ്, അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് മെയിൻറ്റൈനബിലിറ്റി ഉള്ള ലാംഗ്വേജ് ആണെന്ന് പറയും. Then reusability. The language should facilitate the adaptation of code for use in other applications. നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കോഡ്, ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കോഡ് അത് വേറെ ഒരു ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് റീയൂസബിലിറ്റി ഉള്ള ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ എഴുതിയതാണ്, പക്ഷെ അതേ സെയിം കോഡ് തന്നെ നമുക്ക് വേറൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാം. കോഡ് ഈസ് യൂസബിൾ വെൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ കോഡ്സ്. എപ്പോഴും അതാണ് സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ഉള്ള ആ ഒരു ഫീച്ചറൊക്കെ ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഈ റീയൂസബിലിറ്റി ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ. Then standardization. Standardization means നമ്മളെപ്പോഴും
പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് എല്ലാം ആ ലാംഗ്വേജ് ഡെഫിനിഷനിലും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. The extent to which it can be reasonably expected that this standard will be followed in a language translator. അതൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സ്റ്റാൻഡേർഡാണ് ഇത് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ. സോ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ തന്നെ നമ്മൾ അതിൻ്റെ കോഡിലും അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടായിരിക്കും അതിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെഷീനിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കാനായിട്ട്. The non-standardized language become obsolete soon, produces inferior codes, fewer developers productivity, no reliability of code. നോൺ സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്ത ലാംഗ്വേജസ് ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഇപ്പം തന്നെ തീരും. കാരണം അത് ബുദ്ധിമുട്ടാണ്, കോഡ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഡെവലപ്പേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി പോറായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു റിലയബിലിറ്റി ഒന്നും ഉണ്ടാവില്ല ഈ നമ്മൾ അതിൽ വെച്ച് സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്ത കോഡ് വെച്ച് എഴുതുന്ന ലാംഗ്വേജസ്. ഓക്കെ, സോ ഇതെല്ലാമാണ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്നോട് പറയാം. ഈസ് ഓഫ് യൂസ്, പോർട്ടബിലിറ്റി, റിലയബിലിറ്റി. ഈസ് ഓഫ് യൂസ് എന്ന് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം. പോർട്ടബിലിറ്റി, ഒരു സിസ്റ്റത്തിൽ ഉപയോഗിച്ച് തന്നെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന കോഡ് തന്നെ വേറൊരു സിസ്റ്റത്തിൽ നമുക്ക് അതേപോലെ റൺ ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ റിലയബിലിറ്റി, കോഡ് റിലയബിൾ ആയിരിക്കണം. പെർഫോമൻസ് നന്നായിരിക്കണം. എപ്പോഴും നല്ല പെർഫോമൻസ് ഉള്ള സോഫ്റ്റ്വെയറുകൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നമ്മളെപ്പോഴും നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറയുക. ദെൻ കോസ്റ്റ് കൊമേഴ്ഷ്യൽ ലെവലിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ആവറേജ് ലെവലിലായിരിക്കണം. ദെൻ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കണം. ദെൻ കോമ്പാക്ട് കോഡ്, മിനിമം നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കണം നമുക്ക് എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിംഗിൽ വേണ്ടത്. ദെൻ മെയിൻറ്റനബിലിറ്റി, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആയിരിക്കണം. അതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന കോഡ് വേറൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉണ്ടെങ്കിലാണ് നമ്മളുടെ കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റാൻഡർഡൈസേഷൻ ആ ഒരു ട്രാൻസ്ലേറ്റർ ഫോളോ ചെയ്തെടുത്തോളും. ഇതൊക്കെയാണ് ഒരു നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് നോക്കാം. A translator is a computer program that translates program written in a given programming language into a functionally equivalent program in a different language. Translator എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ സെയിം ഫങ്ഷനുള്ള വേറൊരു ലാംഗ്വേജിലേക്ക്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ ആവുന്നതില്ല, വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നത്. അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ എന്താക്കി മാറ്റുന്നത്, വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്കുള്ള അതിലുള്ള ഫങ്ഷണലി ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. A program written in high level language is called a source code. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിന് നമ്മൾ പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. ആൻഡ് to convert the source code into machine code, translators are needed. Source code ne machine code ആക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, translators ഉപയോഗിക്കുന്നത്. A translator takes a program written in source language as input and converts it into a program in target language as output. സോഴ്സ് ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് ടാർഗറ്റ് ലാംഗ്വേജ് ആക്കി, അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്, ആൻഡ് കൺവേർട്ട് ചെയ്ത് ടാർഗറ്റ് ലാംഗ്വേജ് ആക്കും, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഔട്ട്പുട്ട്. ഇറ്റ് ഓൾസോ ഡിറ്റക്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് എറേഴ്സ് ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ്റെ സമയത്ത് എറർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്യും, അതുപോലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ട്രാൻസ്ലേഷൻ സമയത്ത് ഈ ട്രാൻസ്ലേറ്റർ ചെയ്യുന്ന പണിയാണ്.
The types of language translators. There are three types of language translators are there: assembler, compiler, and interpreter. ഇതാണ് different types of language translators. ഇനി ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. Assembler is a translator which is used to translate the assembly language code into machine language. Assembly languageനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അസംബ്ലർ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. Advantages are very fast in translating assembly language to machine code. Assembly languageനെ മെഷീൻ കോഡ് ആക്കി ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യും, ഫാസ്റ്റ് സ്പീഡ് കൂടുതലാണ്. Then assembly code is often very efficient because it is a low level language. Assembly code എപ്പോഴും efficient ആണ്, therefore fast because it is a low level language ൽ വരുന്നത് കൊണ്ട്, ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് assembly code കുറച്ചുകൂടി efficient ആയിരിക്കും, അതുകൊണ്ട് ഫാസ്റ്റ് സ്പീഡും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. Assembly code is fairly easy to understand due to the use of English like mnemonics. ന്യൂമോണിക്സ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ കോഡ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. It is easy to understand due to the use of English like mnemonics. Then what are the disadvantages? Let us see. Assembly language is written for a certain instruction set and or processor. അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഒരു പർട്ടിക്കുലർ യൂസറിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ CPU അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനോ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമുക്ക് അസംബ്ലി ലാംഗ്വേജിൽ കോഡ് എഴുതാൻ പറ്റും. Then assembly tends to be optimized for the hardware it is designed for, meaning it is often incompatible with different hardware. അസംബ്ലി ലാംഗ്വേജ് എപ്പോഴും ഏതിനാണോ നമ്മൾ ഏത് ഹാർഡ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതായിരിക്കും. അപ്പോൾ ഒരു ഹാർഡ്വെയറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തത് വേറൊരു ഹാർഡ്വെയറുമായിട്ട് കമ്പാറ്റബിൾ ആയിരിക്കില്ല. അതാണ് പറയുന്നത്. Assembly language code tends to be optimized for the hardware it is designed for, meaning it is often incompatible with the different hardware. പലതരം ഹാർഡ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്കത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയറിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അസംബ്ലി കോഡ് നമ്മൾ എപ്പോഴും എഴുതും. Lots of assembly code is needed to do relatively simple tasks and complex programs require lots of programming time. ചെറിയ ടാസ്ക് ആണെങ്കിൽ പോലും നമുക്ക് കുറേ അധികം അസംബ്ലി കോഡ് ആവശ്യമുണ്ട്. പ്രോഗ്രാമിൻ്റെ ലൈനിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കില്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, അതായത് അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസ്. അപ്പോൾ അത് പ്രോഗ്രാമിംഗ് ടൈം കൂട്ടും. പ്രോഗ്രാമിംഗ് ടൈം കൂടുക മീൻസ് അതിൻ്റെ കോസ്റ്റും ഒക്കെ കൂടുതലായിരിക്കും. അതാണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് അസംബ്ലറിന് ഡിസഡ്വാൻറ്റേജ്. So advantages of using assembler and disadvantage of using assembler. The next is compiler. Compiler is a translator which is used to convert programs in high-level language to low-level language. Compiler എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്റർ ആണ്, and it converts programs in high-level language to low-level language. It translates the entire program and also reports the errors in source program during the translation. ഈ കമ്പൈലർ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് എത്ര ലൈൻ ഉണ്ടെങ്കിലും ആ കംപ്ലീറ്റ് പ്രോഗ്രാമിനെയാണ് കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്കും അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജിലേക്കാണോ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് മാറ്റും. അതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സും അവിടെ റിപ്പോർട്ട് ചെയ്യും. ഇതാണ് കമ്പൈലർ ചെയ്യുന്നത്. അതായത് എൻ്റയർ പ്രോഗ്രാമിനെ, സോഴ്സ് പ്രോഗ്രാമിനെ നമുക്ക് ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ മെഷീൻ കോഡ് എന്തായാലും അതിലേക്ക് മാറ്റും. ഒപ്പം എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ഈ ഫിഗറിൽ നിന്ന് അത് മനസ്സിലാകും. സോഴ്സ് പ്രോഗ്രാമിനെ ഇവിടെ സോഴ്സ് പ്രോഗ്രാം ഉണ്ടാകും. സോഴ്സ് പ്രോഗ്രാം കമ്പൈലർ എറർ ഉണ്ടെങ്കിൽ എറർ മെസ്സേജ് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ എറർ കറക്റ്റ് ചെയ്ത് പിന്നെയും സോഴ്സ് പ്രോഗ്രാം പിന്നെയും കമ്പൈലറിൽ കൂടെ വിടും. ദെൻ ആ കമ്പൈലർ എററൊക്കെ ഡിറ്റക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് ചേഞ്ച് ചെയ്യും. ഇതാണ് കമ്പൈലർ ചെയ്യുന്ന ഇന്റർപ്രറ്റർ. Interpreter is a translator
which is used to convert programs in high level language to low level language. High level language ഉള്ള പ്രോഗ്രാമിനെ low level language കൺവേർട്ട് ചെയ്യാനാണ് ഇന്റർപ്രറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ലൈൻ ബൈ ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പൈലർ എൻറ്റയർ പ്രോഗ്രാമിനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്റർപ്രറ്റർ അങ്ങനെയല്ല, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആൻഡ് എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എറർ അറ്റ് എ ടൈം തന്നെ എററും ഡിറ്റക്ട് ചെയ്യും, എറർ അപ്പം തന്നെ കാണിക്കും. ആ എറർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടല്ല എറർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കാണിക്കും, എറർ കറക്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകും. ആൻഡ് അതുപോലെ ഇറ്റ് ഡയറക്ട്ലി എക്സിക്യൂട്ട്സ് ഓപ്പറേഷൻ സ്പെസിഫൈഡ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം വെൻ ദ ഇൻപുട്ട് ഈസ് ഗിവൺ ബൈ ദ യൂസർ. അതുപോലെ നമ്മൾ യൂസറിന് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യും. അതായത് നമ്മൾ ഓരോ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ലൈൻ കൺവേർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതേ സമയത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസറിൽ നിന്നൊക്കെ എന്തെങ്കിലും ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സോഴ്സ് കോഡായിട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമല്ല ചെയ്യുന്നത്. അത് ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യാതെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും, അത് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആ സമയത്ത് യൂസറിന് എന്തെങ്കിലും ഇൻപുട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഗീവ്സ് ബെറ്റർ ഡയഗ്നോസ്റ്റിക്സ് ദാൻ എ കമ്പൈലർ. കമ്പൈലറെ കുറച്ചും കൂടെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എറർ കറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പം ഇന്റർപ്രറ്ററാണ്. എറർ കറക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പം ഇന്റർപ്രറ്റർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ സോഴ്സ് പ്രോഗ്രാം മാത്രമല്ല, നേരത്തെ നമ്മൾ സോഴ്സ് പ്രോഗ്രാം നേരെ ടാർഗറ്റ് പ്രോഗ്രാം ആക്കി മാറ്റുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അത് റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ സോഴ്സ് പ്രോഗ്രാം കൊടുക്കും, ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ ഇൻപുട്ടും കൊടുക്കും, എറർ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഓരോ ലൈൻ ബൈ ലൈനിൽ തന്നെ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും എന്താക്കി മാറ്റുന്നത്, സോഴ്സ് പ്രോഗ്രാമും ഇൻപുട്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സമയമൊക്കെ കുറച്ചുകൂടെ എറർ ഉണ്ടെങ്കിൽ സമയം കുറച്ച് കൂടുതൽ എടുക്കും എന്നല്ലാതെ ഇത് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്പീഡായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് നേരിട്ട് കിട്ടുന്നത്. കമ്പൈലർ അങ്ങനെയല്ല. കമ്പൈലറിൽ സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് കോഡാക്കി മാറ്റും, ദെൻ അത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ അങ്ങനെയല്ല, ഇന്റർപ്രറ്ററിൽ സോഴ്സ് പ്രോഗ്രാമും ഇൻപുട്ടും നമ്മൾ ആ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കും. കാരണം അത് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ടും എല്ലാ കാര്യങ്ങളും ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണം. ട്രാൻസ്ലേഷന് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഔട്ട്പുട്ട് വളരെ പെട്ടെന്ന് കിട്ടും. അതാണ് ഇന്റർപ്രറ്ററിന്റെ വ്യത്യാസം. These are the difference between compiler and interpreter. Compiler performs the translation of a program as a whole. കമ്പൈലർ എപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ലേഷൻ വളരെ എളുപ്പത്തിലായിരിക്കും ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് അത് ഹോൾ പ്രോഗ്രാമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്, ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടാണ് ഇന്റർപ്രറ്ററിന്റെ പ്രോഗ്രാംസ് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റർ. ഇതിന്റെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇന്റർപ്രറ്ററിന്റെ എക്സിക്യൂഷൻ സ്ലോ ആണ്, പക്ഷെ ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടുന്നു. Requires more memory. Compiler requires more memory as linking is needed for the generated intermediate object code. അതാണ് പറഞ്ഞത്, നമ്മൾ സോഴ്സ് കോഡിനെ ടാർഗറ്റ് കോഡാക്കി മാറ്റും അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. അതിനെ ലിങ്ക് രണ്ടാമത്തെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം മെമ്മറി കൂടുതൽ വേണം, സോഴ്സ് പ്രോഗ്രാം വേണം, ടാർഗറ്റ് പ്രോഗ്രാമിന് മെമ്മറി വേണം, റൺ ചെയ്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുമ്പോഴും മെമ്മറി. മെമ്മറി യൂസേജ് ഈസ് എഫിഷ്യൻറ്റ് ആസ് നോ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ജനറേറ്റഡ്. ഇടയിലൊരു കോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് മെമ്മറി അത്രയും വേണ്ട, അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡീബഗിങ് ഈസ് ഹാർഡ് ആസ് ദ എറർ മെസ്സേജസ് ആർ ജനറേറ്റഡ് ആഫ്റ്റർ സ്കാനിങ് ദ എൻറ്റയർ പ്രോഗ്രാം ഓൺലി. ഡീബഗിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കമ്പൈലറിൽ, കാരണം എല്ലാ ഇതും കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എല്ലാ എററും, ഇപ്പോൾ 10 എറർ ഉണ്ടെങ്കിൽ ആ 10 എററും നമുക്ക് ഒരുമിച്ചായിരിക്കും ഡിസ്പ്ലേ വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് എവിടെയാണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ എറർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഡീബഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It stops translation when the first error is met. Hence debugging is easy. ഇതിലൂടെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഒപ്പം എറർ ഉണ്ടെങ്കിലും ആ ലൈനിൽ എറർ ഉണ്ടെങ്കിൽ ആ ലൈനിൽ എറർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ് ഡീബഗിങ് എളുപ്പമാണ്. Then programming languages like C, C++ uses compilers. Compilers ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് സിയും C++ഉം. Then programming languages like Python, Basic and Ruby uses interpreters. Programming languages interpreters ഉപയോഗിക്കുന്ന programming languages ആണ് Python, Basic, Ruby, Cobol ഇതെല്ലാം interpreter ഉപയോഗിക്കുന്ന programming languages. So this is the end of our presentation and thank you for watching. Thank you.